വെൽക്കം ടു തുമ്പി ക്രിയേഷൻസ്. ഇന്ന് കാണിക്കുന്നത് ഒരു ചിരട്ടപ്പുട്ട് ചുടുന്ന വീഡിയോ ആണ്. ഞാൻ ചുട്ടപ്പോൾ എടുത്തതാണിത്. ഒരു പുട്ട് ചുടുന്ന നേരം കൊണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും എളുപ്പത്തിൽ നമുക്ക് പുട്ട് ചുടാം. ഇത് ഞാൻ എടുത്തത് ചിരട്ടപ്പുട്ട് ചുടുന്ന ആ ഒരു പാത്രമാണ്. തേങ്ങ ചിരക്കി ഫ്രീസറിൽ വെച്ചതാണിത്. അതാവുമ്പോൾ നമുക്ക് മാസങ്ങളോളം കേടാവാതെ ഇരിക്കുമല്ലോ. ഈ പുട്ടിൻ്റെ മാവ് പകുതി പുട്ടുപൊടിയും പകുതി രാഗിപ്പൊടിയും കൂട്ടിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഒരു കളർ മാറ്റം ഉണ്ടാവും, ഹെൽത്തിയുമായിരിക്കും. അതേപോലെ ഗോതമ്പ് പുട്ട്, എന്ത് പുട്ടാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാം, ഓട്സ് പുട്ടൊക്കെ ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയും ചെയ്യും. പിന്നെ ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാനും പറ്റും. സാധാ പുട്ട് ചുടുമ്പോൾ തന്നെ അടിയിൽ തേങ്ങ ഇട്ടിട്ട് ആദ്യം ഈ പൊടി ഇടുക, അതിൻ്റെ മേലെ തേങ്ങ ഇടുക, എന്നിട്ടൊന്ന് ചെറുതായിട്ടൊരു പ്രസ്സിങ് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനത്തെ തട്ടെടുക്കുക. ഇങ്ങനത്തെ 2-3 തട്ടുണ്ടാവില്ല, ഇത് 2 തട്ടുള്ളതാണുള്ളത്. ആ തട്ടിൽ മെല്ലെ കൊട്ടിക്കൊടുക്കുക. പെട്ടെന്ന് പോരും. നമ്മൾ പണ്ട് ചിരട്ടപ്പുട്ട് ചുട്ട് കളിക്കാറില്ലേ മണ്ണ് കൊണ്ട്, അതേപോലെ തന്നെ ആ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അതേപോലെ ഇത് ഓരോ സൈഡിൽ കൊണ്ടുപോയിട്ട് കൊട്ടിയാൽ മതി. ഇനി അഥവാ അങ്ങനെ നീക്കി കൊടുത്താലും പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. ഇങ്ങനത്തെ 2-3 തട്ടുണ്ടാവും. 2 തട്ടിലാണ് ഞാൻ ഇട്ടത്. ഇനി നമ്മൾ ആവിച്ചെമ്പിൽ വെള്ളം തിളക്കുന്ന സമയത്ത് ഇത് തട്ടുകൾ വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 10-15-20 മിനിറ്റൊക്കെ നമ്മൾ ആവി കയറ്റിയാൽ മതി. നമ്മൾ സാധാ ഒരു പുട്ട് വേകുന്ന നേരം കൊണ്ട് തന്നെ മൊത്തം പുട്ടും വേകുന്നുണ്ട്. അപ്പോൾ കഴിക്കാനും തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ പുട്ട് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ചിരട്ടപ്പുട്ടാകുമ്പോൾ ഒന്നും കൂടി ഒരു താല്പര്യം വരും. ഇപ്പോൾ ഇതാ നല്ല സൂപ്പറായി വെന്തിട്ടുണ്ട് നമ്മുടെ ചിരട്ടപ്പുട്ട്. ഇതിന് നമുക്ക് ചെറുപയർ കറി അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, പിന്നെ പഴം. ഞാൻ പഴം വാട്ടിയിട്ട് വെച്ചിട്ടാണ് കഴിച്ചത്. എനിക്ക് അതാണ് ഇഷ്ടം. താങ്ക്സ് ഫോർ വാച്ചിങ്.